യെസ്, ഇതാ ഗുരുതരമാകുന്ന ആരോപണങ്ങൾ, അതായത് ഗുരുതരമായ നിരീക്ഷണങ്ങൾ, കണ്ടെത്തലുകൾ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ധവളപത്രം വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി, അതായത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ത് എന്ന് വ്യക്തമാകുന്ന ധവളപത്രം ആണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് സർക്കാരിന്റെ ഒഫീഷ്യലായ ഡോക്യുമെന്റാണ്, ഏറ്റവും ഔദ്യോഗികമാകുന്ന രേഖ. അങ്ങനെയാണ് നമുക്ക് ധവളപത്രത്തെ വിലയിരുത്താൻ സാധിക്കുക. ഇത് ഒരു സ്റ്റേറ്റ് പുറത്തിറക്കുന്ന, സർക്കാർ പുറത്തിറക്കുന്ന ആധികാരികമാകുന്ന കണക്കുകൾ. അതായത് ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് അറിയാൻ പറ്റുന്ന ഏറ്റവും ആധികാരികമാകുന്ന ഡോക്യുമെന്റ് എന്നതാണ് ധവളപത്രം എന്നത്. അതാണ് നേരത്തെ മുൻ ധനമന്ത്രി സൂചിപ്പിച്ചത്. അതായത് സർക്കാരിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ അത് പുറത്തേക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ, സർക്കാർ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ നികുതിപ്പണം എങ്ങനെ ചെലവാക്കുന്നു, ആ നികുതിപ്പണം ഏത് നിലയിലൊക്കെയാണ് ചെലവാക്കപ്പെടുന്നത്, അതിൻ്റെ ശതമാനം എത്രയാണ്, ഇതെല്ലാം പബ്ലിക്കിന് അറിയുക. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലം മുന്നോട്ടാണ് പോകുന്നത്. അവിടെ ഭരണം കൂടുതൽ സുതാര്യമാകേണ്ടതുണ്ട്. നികുതിപ്പണം എന്തു ചെയ്യുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു, അതിലെത്ര ബാധ്യതയുണ്ട്, ഇതെല്ലാം ജനങ്ങൾ അറിയുക തന്നെ വേണം. അവിടെയാണ് ഈ ധവളപത്രം പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇതാദ്യമായല്ല സംസ്ഥാന ധവളപത്രം പുറത്തിറക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ ധവളപത്രം പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ധവളപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് സംസ്ഥാനത്തിൻ്റെ പൊതുകടം എത്രയാണ്, സംസ്ഥാനത്തിൻ്റെ വരുമാനം എത്രയാണ്, കേന്ദ്രവിഹിതം എത്രയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ധവളപത്രത്തിൽ ഉണ്ടാകും. അതോടൊപ്പം ഒരു പക്ഷേ മുൻകാലങ്ങളിൽ, അതായത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സംസ്ഥാനത്തിന് എത്ര കോടിയുടെ അധിക ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം വിലയിരുത്തലുകൾ കൂടി സാധാരണ നിലയിൽ ഈ ധവളപത്രങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്നതാണ്. നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാമല്ലോ ഡാൻ. തീർച്ചയായിട്ടും, കാരണം അത്തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മൊത്തം വരുമാനത്തിൻ്റെ 20.09% പലിശ അടയ്ക്കാനായി നീക്കിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷം മാത്രം മോട്ടോർ വാഹന നികുതിയുടെ 50% കിഫ്ബിക്കാണ് നൽകിയത് എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. അതായത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിരുന്ന നികുതി വരുമാനത്തിൻ്റെ ഒരു ഗണ്യമായ ഭാഗം കിഫ്ബിയിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മുൻഗണനാ ക്രമം നിശ്ചയിച്ചതിൽ അടക്കം വീഴ്ച സംഭവിച്ചു. അവിടെ രാഷ്ട്രീയമായ പ്രാധാന്യം, അതിൻ്റെ പ്രയോറിറ്റി നൽകിയത് രാഷ്ട്രീയമായ കാര്യങ്ങൾക്കാണ്. അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കിഫ്ബിയുടെ പദ്ധതികൾ നടപ്പിലാക്കിയത്. അങ്ങനെയാണ് അധിക ബാധ്യതയായി 56,000 കോടി രൂപയുടെ ബാധ്യത കിഫ്ബി പദ്ധതിയിലേക്ക് ഈ നികുതി വരുമാനം വകമാറ്റി ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായതിലൂടെ സംസ്ഥാനത്തിനുണ്ടായതെന്ന് കൂടി ഈ കൃത്യമായി തന്നെ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വ്യക്തമാകാനുള്ളത്, ഈ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ചില മാർഗങ്ങൾ കൂടി ധവളപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ അടിയന്തരമായി പരമാവധി കുറച്ചുകൊണ്ട് വരുമാനം, സംസ്ഥാനത്തിൻ്റെതായ സ്വന്തം വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നതിലൂടെ മാത്രമേ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അടക്കം മറികടക്കാൻ കഴിയുകയുള്ളൂ. ഇതടക്കമുള്ള ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി ഈ ധവളപത്രത്തിൻ്റെ കൺക്ലൂഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും സംസ്ഥാനം ഇനി കടക്കുക എന്നതിനാണ് വ്യക്തത വരാനുള്ളത്. നമുക്കറിയാം, വലിയ ആർഭാടവും അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സർക്കാർ പരിപാടികളുടെ ആർഭാടവും മറ്റ് ചെലവുകളുമൊക്കെ അധിക ബാധ്യതയായി മാറുന്നത് പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിവെച്ച സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പുതിയ വാഹനം വേണ്ട, നിലവിലുള്ള ഒരു വാഹനം തന്നെ മതി എന്നൊക്കെ പറഞ്ഞത് അധിക ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹം ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം രാഷ്ട്രീയമായി നമ്മൾ ചേർത്ത് വെക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശൻ AK ആന്റണിയുടെ വസതിയിൽ സന്ദർശിച്ച് അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കാൻ പോയി മടങ്ങും വഴി ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വരിഞ്ഞു മുറുക്കുന്ന പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. അത് കൃത്യമായൊരു സൂചനയാണ്. ആന്റണിയെ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുൻ മുഖ്യമന്ത്രി അങ്ങനെ ഒരു
സൂചന നൽകിയത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് അപകടകരമായ ഒരു സ്ഥിതി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര സുഗമമല്ല കാര്യങ്ങൾ. അന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നിയുക്ത മുഖ്യമന്ത്രിക്ക് അന്ന് അദ്ദേഹം നൽകിയത്. അത് അടിവരയിടുന്ന തരത്തിലാണ് ഇപ്പോൾ ധവളപത്രത്തിലെ ഈ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പുറത്ത് വ്യക്തമാകാനുള്ളത്. ഇനി എടുത്തു പറയേണ്ടത് ഈ 5000 കോടി രൂപ ഖജനാവിൽ. തീർച്ചയായും അവിടെ ഡാൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ എന്ന നിലയിലുള്ള സൂചനകൾ, നിർദ്ദേശങ്ങൾ ഇതാ മുന്നോട്ട് വരുന്നു എന്നതുകൂടിയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ധവളപത്രം പുറത്തിറക്കുമ്പോൾ ഏതൊക്കെ നിലയിൽ ആണ് നമ്മുടെ സംസ്ഥാനം പ്രധാനമായും നഷ്ടം നേരിടുന്നത്? അതായത് സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് KSRTC എന്നതാണ്. അതോടൊപ്പം തന്നെ ജല അതോറിറ്റി എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ധവളപത്രത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇതാ ചില നിർദ്ദേശങ്ങൾ, അതായത് സപ്ലൈകോയും ബെവ്കോയും ലയിപ്പിച്ച് ഒരൊറ്റ കോർപ്പറേഷൻ ആക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ധവളപത്രം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിലൂടെ സപ്ലൈകോയുടെ നഷ്ടം നികത്താം എന്നുള്ളതാണ്. ഊർജ്ജ മേഖല സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നു കൊടുക്കണം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയോ പൂട്ടുകയോ ചെയ്യണം. അതായത് സംസ്ഥാനത്തിന് ബാധ്യതയായി നിലനിൽക്കുന്ന കാലാകാലങ്ങളായി ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും അതിൽ നിന്ന് ഒരു പുരോഗതിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തിരിച്ചു വരുമാനമോ നൽകാൻ സാധിക്കാത്ത സ്ഥാപനങ്ങളെ ഇനി എന്തിനു കൊണ്ടു നടക്കണം എന്ന ചോദ്യമാണ് ഈ ധവളപത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാർ നിയമസഭയിൽ വെച്ച, അതായത് സംസ്ഥാനത്തിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുടെ കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ധവളപത്രത്തിൻ്റെ ഉള്ളടക്കം ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഉള്ളടക്കത്തിൽ സംസ്ഥാനം ഇപ്പോൾ നേരിടുന്നത് 5 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത എന്നതാണ് വ്യക്തമാകുന്നത്. ഒപ്പം ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയോ പൂട്ടുകയോ ചെയ്യണമെന്ന നിർദ്ദേശമുണ്ട്. ഊർജ്ജ മേഖല സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ധവളപത്രം മുന്നോട്ട് വയ്ക്കുകയാണ്. ഡാൻ, തീർച്ചയായിട്ടും, അതായത് ഏത് തരത്തിൽ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഏതാണ്ട് 5 ലക്ഷം കോടിയിലധികം വരുന്ന ബാധ്യതയ്ക്ക് നടുവിലാണ് കേരളം. അത് ദേശീയ ശരാശരിയേക്കാൾ വളരെ മുൻപിലാണ് എന്നൊക്കെ എടുത്തു പറയുമ്പോൾ നമ്മുടേതൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അങ്ങനെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് നികുതി വരുമാനത്തിലൂടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ നികുതി ഇനത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ മറുവശത്ത് ചെലവുകൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് കൂടി ഏറ്റവും അനിവാര്യമായി മാറുന്ന കാര്യമാണ്. ഇതിൽ സ്ഥിരം ചെലവുകളുടെ ഇനത്തിൽ പെടുന്നത് പെൻഷൻ, ശമ്പളം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ ശമ്പളം കൊടുക്കാതിരിക്കാൻ കഴിയില്ല, പെൻഷനും കൊടുക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ എവിടെ ഈ ചെലവുകളുടെ നിയന്ത്രണം ഏർപ്പെടുത്തും? സർക്കാർ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അവിടെയാണ്. അവിടെ ഏത് തരത്തിലുള്ള പ്രായോഗികമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഈ പൊതുകടം കുറച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന ആശങ്കാജനകമായ ഈ സാമ്പത്തിക സ്ഥിതിയെ മറികടക്കാൻ ക്രിയാത്മകമായ എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ കഴിയും എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം കിഫ്ബി വഴി ഇതിനോടകം 56,000 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ആ ബാധ്യത മറികടക്കാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? കിഫ്ബി അങ്ങനെ തന്നെ തുടരുമോ? അല്ലെങ്കിൽ ഇതിനോടകം കിഫ്ബിയുടെ പേരിൽ തുടങ്ങി വെച്ച പദ്ധതികളുണ്ട്, അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കിഫ്ബിയുടെ പേരിൽ തന്നെ പൂർത്തിയാക്കുമോ, അതോ അത് മുൻഗണനാക്രമം നിശ്ചയിച്ച് മറ്റൊരു തരത്തിലേക്ക് അത് നീങ്ങുമോ? അങ്ങനെയെങ്കിൽ അതിനെതിരെ വലിയ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും KSRTC വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നുവെന്ന ഇത് ഈ ധവളപത്രം തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വരുന്ന 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂനിന്മേൽ കുരുവായി KSRTCയെ ബാധിക്കുമോ എന്നതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക. ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഏത് തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് 4-ാം തീയതിയാണ്. 11 ദിവസങ്ങൾക്ക്
അതിനപ്പുറം സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതിനോടകം വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്ന KSRTCക്ക് അത് അധിക ബാധ്യതയായി മാറുമോ? അങ്ങനെ അധിക ബാധ്യതയായാൽ അതിനെ മറികടക്കാൻ എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെയാണ് ഇനി സർക്കാർ വ്യക്തത വരുത്താനുള്ളത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ധവളപത്രം, ആ ധവളപത്രത്തിന്റെ ഉള്ളടക്കം എന്തൊക്കെ എന്നതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഈ ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് 5 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാനം നേരിടുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ആ നിലയിൽ, അതായത് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നത് അടക്കം ആണ് ഇനി മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഡാൻ അവിടെ ഇതാ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് KSRTC വലിയ നഷ്ടം. KSRTCയിൽ ഇനിയിപ്പോൾ വനിതകൾക്ക് സൗജന്യ യാത്രയിലേക്ക് കടക്കുകയാണ്. അങ്ങനെയുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ സംസ്ഥാനം നൽകേണ്ടതായി വരുന്നു. പെൻഷൻ ഉയർത്തുന്ന സാഹചര്യമാണുള്ളത്. അതോടൊപ്പം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ ധനസഹായം നൽകുന്ന സാഹചര്യം, സംസ്ഥാനത്തെ പൗരന്മാർക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടുതൽ ബൃഹത്താക്കുന്ന പശ്ചാത്തലം, ഇതിനെല്ലാം അധിക തുക ഈ സർക്കാർ കണ്ടെത്തേണ്ടതായി വരും. അപ്പോൾ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്ത് എന്ന് വ്യക്തമാക്കുന്നതിനോടൊപ്പം ഇനി എങ്ങനെ അതിനെ മറികടക്കാമെന്ന നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടാകും ധവളപത്രത്തിൽ എന്ന് വേണമോ അനുമാനിക്കാൻ. KM ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ തയ്യാറാക്കിയിരിക്കുന്ന KR ജ്യോതിലാൽ ഉൾപ്പെടെയുള്ള ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ സമിതിയാണ് ഈ ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി ക്രിയാത്മകമായി എങ്ങനെ മറികടക്കാം എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ കൂടി ധവളപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ, ഇന്ദിര ഗ്യാരണ്ടികൾ. ഒരുപക്ഷെ UDF സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിച്ചത് തന്നെ ആ 5 ഗ്യാരണ്ടികളാണ്. അതിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുക, സൗജന്യ ഇൻഷുറൻസ് പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതോടൊപ്പം സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന സംവിധാനം, അതോടൊപ്പം യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകുന്ന സംവിധാനം. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു. ഈ ഗ്യാരണ്ടികൾ ഒരു വരുമാനവും സർക്കാരിന് ലഭിക്കാതെ സർക്കാർ നൽകുന്ന ഒരു സേവനം പോലെയാണ് പ്രഖ്യാപനം നടത്തിയത്. കർണാടകത്തിലും തെലങ്കാനയിലുമൊക്കെ നേരത്തെ അതെങ്ങനെയാണ് നടത്തി വിജയിപ്പിച്ചത് എന്ന കാര്യം അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തന്നെ, രേവന്ത് റെഡ്ഡിയും അതോടൊപ്പം അന്ന് സിദ്ധരാമയ്യുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ വന്നപ്പോൾ വിവരിച്ചതാണ്. പക്ഷേ ആ സംസ്ഥാനങ്ങൾ കൺസ്യൂമർ സ്റ്റേറ്റുകളല്ലാതിരുന്നിട്ട് കൂടി അവർക്ക് അതുണ്ടാക്കി വെച്ച സാമ്പത്തിക ബാധ്യതകൾ ചെറുതായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിക്കിടയിലാണ് കേരളം 5 ലക്ഷം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി ഇതിനോടകം നേരിടുന്ന കേരളം ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ബൃഹത് പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നത്. 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ അത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത ചെറുതായിരിക്കില്ല. ഈ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.